പൂക്കോട് സർവകലാശാലയിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് KSU പ്രവർത്തകർ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറിച്ചിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാതിരുന്ന പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. ഒരു പ്രവർത്തകന് പരിക്കേറ്റു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. TV പ്രസാദ് ഉണ്ട് വിവരങ്ങളുമായി. പ്രസാദ്, ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നു പ്രതിഷേധക്കാർ. തുടർന്ന് പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിക്കുന്നു, ലാത്തി വീശുന്നു. ഒടുവിൽ മുതിർന്ന നേതാക്കൾ അടക്കം എത്തി പോലീസുമായി സംസാരിച്ചതിന് ശേഷം ഇരു കൂട്ടരും പിന്മാറുന്ന ഒരു കാഴ്ചയായിരുന്നു അവസാനം കണ്ടത്. ഇപ്പോൾ എന്താണ് സാഹചര്യം? ശ്രുതി, ഇപ്പോൾ സമരം ഏതാണ്ട് ശാന്തമായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് പ്രകടനം. ഇവിടെ സെക്രട്ടേറിയറ്റിൻ്റെ നോർത്ത് ഗേറ്റ്, സമര ഗേറ്റ് എന്നറിയപ്പെടുന്ന നോർത്ത് ഗേറ്റിൽ സ്ഥാപിച്ച ബാരിക്കേഡ് അത് തള്ളിമാറ്റാനുള്ള ശ്രമമാണ് ആദ്യം ഉണ്ടായത്. ആദ്യം തുടർച്ചയായി ബാരിക്കേഡിൻ്റെ മുകളിൽ കയറി ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷെ പിന്നീടും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ചിതറിയോടിയ പ്രവർത്തകർ വീണ്ടും പോലീസിന് നേരെ വരുന്നു കണ്ടതോടെ 3ാമത്തെ തവണയും ജലപീരങ്കി പ്രയോഗിച്ചു. അതിനിടയിലാണ് ഒരു വിഭാഗം പ്രവർത്തകർ മറ്റൊരു വഴിയിലൂടെ സെക്രട്ടേറിയറ്റ് തള്ളിക്കടക്കാനുള്ള ശ്രമം ഉണ്ടായത്. ഇതിനിടയിൽ എപ്പോഴും പോലീസും പ്രവർത്തകരും തമ്മിൽ ഇവിടെ നിന്ന് നേരെ MG റോഡിൻ്റെ മധ്യത്തിലേക്ക് വരെ ഈ ഉന്തും തള്ളും നീങ്ങുകയും ചെയ്തു. അതിനിടയിലാണ് മറുഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ഇവിടേക്ക് ചാടിക്കടക്കാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും പോലീസ് ഉദ്യോഗസ്ഥരെ നേരിട്ട് ഉന്തും തള്ളുന്ന രീതിയിലേക്ക്, ഒരു കയ്യാങ്കളിയിലേക്ക് എത്തുന്നതോടു കൂടിയാണ് പോലീസ് ലാത്തി വീശിയത്. ഇവിടെ നിന്ന് നിരവധി പ്രവർത്തകർക്ക് ലാത്തിയടി കൊണ്ടിട്ടുണ്ട്. ഇവിടുന്ന് നേരെ MG റോഡിൻ്റെ നടുവിലേക്ക് പ്രവർത്തകരും പോലീസും കൂട്ടത്തോടെ നീങ്ങുകയായിരുന്നു. ചില പ്രവർത്തകർക്ക് അടികൊള്ളുകയും ചെയ്തു. ആ സമയത്ത് ഇവിടെ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരുന്നു. ഇപ്പോൾ 5 മിനിറ്റായിട്ടേ ഉള്ളൂ ഗതാഗതം ഇവിടെ പൂർവ്വസ്ഥിതിയിലായിട്ട്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരുപാട് സമയം ഇതുപോലെ ഉന്തും തള്ളുമുണ്ടായി. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ്, അതായത് ഈ സമരം നടക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്താണ് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷന്മാർ നിരാഹാര സത്യാഗ്രഹം ഇരിക്കുന്നത്. അവിടെ നിന്നും കൂട്ടത്തോടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഇവിടേക്ക് എത്തുകയും പോലീസിനെയും അതുപോലെ തന്നെ പ്രവർത്തകരെയും 2 ഭാഗങ്ങളിലേക്കാക്കി മാറ്റുകയും ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 5 മിനിറ്റിലധികമാകുന്നു പ്രവർത്തകർ ഇവിടുന്ന് പൂർണ്ണമായി സമരപ്പന്തലിനടുത്തേക്ക് പോയിട്ട്. പക്ഷേ പോലീസ് ഇവിടെ നിന്ന് പിന്തിരിയാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും പോലീസ് ഇവിടെ നിൽക്കുന്നുണ്ട്. തൊട്ടപ്പുറം സമരപ്പന്തൽ ഉള്ളത് കൊണ്ട് തന്നെ ഏത് അവസരത്തിലും ഇങ്ങോട്ടേക്ക് അവർ മുദ്രാവാക്യം വിളികളുമായി എത്തും എന്ന ഒരു കണക്കുകൂട്ടലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നിലവിലേതായാലും സ്ഥിതിഗതികൾ പൂർണ്ണമായി തന്നെ ശാന്തമായിട്ടുണ്ട്. പ്രസാദ്, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പ്രതിഷേധം അത് വീണ്ടും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ പ്രതിഷേധക്കാർ, ഈ പ്രവർത്തകർ ഇപ്പോഴെന്താണ് അവരുടെ ഒരു നീക്കം എന്താണ്? അവിടെ നിന്ന് പ്രതിഷേധം തുടരാനാണോ അതോ ഏത് രീതിയിൽ ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവരുടെ ഒരു നീക്കം KSUവിന്റെ? സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് ഭാഗമായിട്ട് കൂടിയാണ് ഇന്നിപ്പോൾ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചതും അതുപോലെ തന്നെ ശക്തമായ ഒരു സമരത്തിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഇന്നിപ്പോൾ KSUവിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടന്നതും പോലീസുമായി ഒരു സംഘർഷത്തിലേക്ക് പോയതും പിന്നീട് അത് വലിയ ഒരു സംഘർഷത്തിലേക്ക് അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളും കോൺഗ്രസിൻ്റെ നേതാക്കളും KSUവിൻ്റെ മറ്റ് മുതിർന്ന നേതാക്കളും എല്ലാം എത്തി പ്രവർത്തകരെ ശാന്തരാക്കുകയുമായിരുന്നു. ശക്തമായ പ്രതിഷേധവുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് KSU
അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസ് നേതൃത്വവും തന്നെ പിന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് വരും ദിവസങ്ങളിലും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയായി കാണുന്നത്. പൂക്കോട് സർവകലാശാലയിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് KSU പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ഈ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പിന്നീട് പോലീസ് ലാത്തി വീശുകയും ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. പിന്നീട് പ്രവർത്തകർ പിന്മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ സ്ഥിതി ശാന്തമാണ്.